ഖാല ലാ തഖാഫ ഇന്നനി മഅകുമാ അസ്മഉ വ അറാ. മൂസ അലൈഹിസ്സലാമും ഹാറൂൻ നബിയും വലിയ ഒരു ദൗത്യത്തിന് പോകുമ്പോൾ ആ ദൗത്യത്തിന് ഇവരെ തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഖുർആൻ. അള്ളാഹു അവരെ പ്രിപ്പയർ ചെയ്യണ്ടേ? ഒരു മനൂവർ നടക്കാൻ പോവാൻ, ഒരു സൈനിക ഇടപെടൽ നടക്കാൻ പോവാൻ. അപ്പോൾ നിർബന്ധമായും അവരതിനെ പ്രിപ്പയർ ആവണം. നിങ്ങൾ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ പോവാണ്, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പ് ക്ലാസ് എടുക്കുകയാണ്. ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇതിന് മുമ്പ് എനിക്ക് മണിക്കൂറുകളോളം ആലോചിക്കണം, ഞാൻ വായിക്കണം, മുത്താലാഴ ചെയ്യണം. നിഷാ സാഹിബ് വീട്ടിൽ വന്നു, എനിക്കൊരു 10 മിനിറ്റ് ഒപ്പം ഇരുന്ന് കൊടുക്കാൻ സമയം കിട്ടിയില്ല. ഞാനും തിരക്കിലായിരുന്നു. എന്തേ പടച്ചോനെ, ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ ഇന്നത്തെ വിഷയം എന്താ മുമ്പിങ്ങനെ വിട്ടങ്ങനെ ആലോചിച്ച് നോക്കി. അപ്പം ഞാനതിന് പ്രിപ്പയർ ചെയ്തെങ്കിലേ, പഠിച്ചെങ്കിലേ ഈ ടാസ്ക് എനിക്ക് നിർവഹിക്കാൻ പറ്റുള്ളൂ. പ്രിപ്പറേഷനാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഏതൊരു കാര്യത്തിനും അങ്ങനെയാണ്. ഇപ്പം നമ്മളൊരു വലിയ സ്ഥാപനം ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാന്ന് വിചാരിക്കുക, ഒരു ബിൽഡിംഗ്, ഇസ്ലാം സെൻ്ററിൻ്റെ പുതിയ കെട്ടിടം ഉണ്ടാക്കാമെന്ന് സങ്കല്പിക്കുക. അത് ഇൻഷാ അല്ലാഹ് യാഥാർത്ഥ്യമാവട്ടെ. മൂസഫയിൽ സ്ഥലമൊക്കെ ഉണ്ടല്ലോ. അതിനെ പ്രിപ്പറേഷൻ സ്റ്റേജ് ഒരുപാട് സമയമെടുക്കുക കഴിഞ്ഞാൽ അതിൻ്റെ എക്സിക്യൂഷൻ എളുപ്പമായിരിക്കും. അത് എന്തായിരിക്കണം, എങ്ങനെയായിരിക്കും, എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം, അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, എന്തൊക്കെ നമുക്ക് അതിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവിടെ കൊടുത്തിരിക്കണം. ഇതൊക്കെ നമ്മൾ ആദ്യം ചർച്ച ചെയ്ത് ഫൈനൽ രൂപത്തിലെത്തിയതിന് ശേഷം ഒരു എൻജിനീയറുടെ ഒരു കൺസൾട്ടൻറ്റിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പിന്നെ ബാക്കി അവർ ചെയ്തോളും. നമ്മൾ ഈ പ്രിപ്പറേഷൻ ചെയ്യാതെ, നമ്മൾ സാധാരണഗതിയും പ്രവാസികളൊക്കെ അങ്ങനെ, പൈസ ഉണ്ട്, എനിക്ക് 60 ലക്ഷത്തിൻ്റെ വീട് വേണം, അല്ല 20 ലക്ഷത്തിൻ്റെ വീട് വേണം, അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ നല്ല ഉഷാറുണ്ടാക്കി തന്നാൽ മതി, നമുക്കൊരഭിപ്രായമൊന്നും പറയാനുണ്ടാവില്ല. അങ്ങനെ ആവരുത്. പ്രിപ്പയർ ചെയ്യണമെന്ന് പറയും. തഖ്തീജ് എന്നാണ് അറബിയിൽ പറയുക. പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ. ഏറ്റവും കൂടുതൽ സമയമെടുക്കേണ്ട സംഗതി ഇതാണ്, പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ, പക്ഷെ വളരെ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യുന്ന ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങും, അതങ്ങ് പ്രശ്നമാവും ചെയ്യും. സയ്യിദന മൂസ അലൈഹിസ്സലാമിനെയും ഹാറൂൻ നബിയെയും അള്ളാഹു പ്രിപ്പയർ ചെയ്യാണ്, വലിയൊരു ടാസ്കിന് ഒരുക്കുകയാണ്. ആ ഒരുക്കങ്ങളിൽ അവർക്ക് മുഅ്ജിസത്ത് കൊടുത്തു. ആ ഒരുക്കങ്ങളിൽ മൂസ നബി അലൈഹി ഇസ്ലാമിന് നുബുവത്ത് കൊടുത്തു. ആ ഒരുക്കത്തിൽ മൂസ അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രാർത്ഥന ചെയ്തു, അതും കൊടുത്തു റബ്ബ് തആല. എൻ്റെ സഹോദരൻ ഹാറൂൻ നബിക്ക് നുബുവത്ത് കൊടുക്കണമേ, അതും നൽകി. ഇനി അള്ളാഹു നൽകുന്നത് അവരുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യാണ്. ഖൽബ് പേടിച്ചു പോവരുത്. ഖാല ലാ തഖാഫ. ഭയം എന്ന് പറയുന്നത് ഹൃദയത്തിനുള്ളിലുണ്ടാകുന്നൊരു ഫീലിംഗ് ആണ്. പക്ഷേ ആ ഭയം മനുഷ്യൻ്റെ ഭാവങ്ങളിൽ, വാക്കുകളിൽ പ്രകടമാകും. ചിലർ പറയില്ലേ, നല്ല ഡ്രൈവ് ചെയ്യുന്ന ഒരാളാ, പക്ഷേ പോലീസ് ഓഫീസർ ഇപ്പുറത്ത് ഇരുന്നിട്ട് ടെസ്റ്റിന് കൊടുത്താൽ വിറച്ചിട്ട് ഗിയർ മാറ്റാനും അറിയില്ല, ആ മിറർ ശരിയാക്കാനും വേണ്ട, ഷോൾഡർ നോക്കാനും മറന്നു പോകും, ചിലപ്പോൾ ഹാൻഡ് ബ്രേക്ക് താത്താനും മറന്നു പോകും. പിന്നെ അവിടെ പെയിനാവൂലേ? വണ്ടി എടുക്കുമെന്ന് പറയുമ്പോൾ ഇത് താത്തിയിട്ടുണ്ടാവില്ല. എന്തേ? പേടിച്ചു പോയി. ഹൗഫ്. അല്ലാതെ ഒരു കുഴപ്പമില്ല, പേടിച്ചതാണ്. പേടിയില്ലാത്തൊരു മനുഷ്യൻ കൂളായിട്ടപ്പോൾ പഠിച്ചവനെ ഫസ്റ്റ് ടെസ്റ്റിൽ കിട്ടിയല്ലേ, എന്തേ ഒരു പേടിയില്ലായിരുന്നു, തോൽക്കുന്ന ഉറപ്പിച്ചാൽ പോയത്, പിന്നെ എന്തിനാ പേടിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ സുബ്ഹാനല്ലാഹ്. ഖാല ലാ തഖാഫ. പേടിക്കരുത് എന്നത് വലിയൊരു ഉപദേശമാണ് ഖുർആനിൻ്റെ. നമ്മുടെയൊക്കെ ജീവിതം അള്ളാഹിനെ പേടിക്കണം കേട്ടോ. അള്ളാഹിനെ പേടിക്കുക, ആ പേടിയെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്. പടച്ച തമ്പുരാനെ പേടിക്കണം. അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ നമ്മൾ ആദരിക്കണം, ഭയപ്പെടണം. അള്ളാഹുവിൻ്റെ ഹുദൂദുകളെ നമ്മൾ മാനിക്കണം. അള്ളാഹു വെച്ച ബൗണ്ടറീസ് നമുക്ക് തീർച്ചയായും വി ഹാവ് ടു റെസ്പെക്ട് ദ ബൗണ്ടറീസ് സെറ്റ് ബൈ അള്ളാഹു സുബ്ഹാനഹു തആല. പക്ഷേ മനുഷ്യരെയോ അധികാരങ്ങളെയോ പ്രതിബന്ധങ്ങളെയോ തടസ്സങ്ങളെയോ ശത്രുക്കളെയോ ഭയപ്പെടരുത്. അതുകൊണ്ട് ഒരു കാര്യമില്ല, മനുഷ്യൻ നശിക്കുകയുള്ളൂ. ഖാല ലാ തഖാഫ. എന്തിന്? ഇന്നനി മഅകുമാ. ഇന്നനി അന മഅകുമാ എന്ന് പറയേണ്ടിടത്ത് ഇന്നനി, ഇന്ന എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി, പിന്നൊരു നീ, ഡെഫിനറ്റ്ലി ഐ ആം വിത്ത് യു ബോത്ത്. ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും കൂടെയുണ്ട്. ഞാൻ തീർച്ചയായും നിങ്ങളുടെ കൂടെയുണ്ട്. തീർച്ചയായും എന്ന് അള്ളാഹു ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹു ഉണ്ട് എന്ന് തന്നെയല്ലേ. അള്ളാഹ് ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അത് മതി. പിന്നെയും അള്ളാഹു തഅക്കീദിന്റെ ഒരു അദാത്ത് കൊണ്ടുവന്നവിടെ ഇന്നനി, തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അസ്മഉ,
ഞാൻ കേൾക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നതും ഫറോവ പറയുന്നതും, വഅറാ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയവും അവൻ എന്തൊക്കെ നിങ്ങളോട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതൊക്കെ കണ്ടും കേട്ടും നിങ്ങളുടെ കൂടെ ഞാനില്ലയോ? പിന്നെ എന്തിനാണ് മൂസ നബിയെ, ഹാറൂൻ നബിയെ നിങ്ങൾ ഭയപ്പെടേണ്ടത്? ഒരു ഭയപ്പാടും വേണ്ട കേട്ടോ. അങ്ങനെ പറഞ്ഞേക്കുക. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.